കോട്ടയത്ത് ഇതാ ഷിഗില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 4 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോട്ടയം മധുരപ്പുഴ സ്വദേശിയായ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ ചേരുന്നു നമ്മളോടൊപ്പം. സനോജ്, നിലവിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് വിശദമായ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുട്ടിയുടെ വിവരങ്ങൾ, കുട്ടിയുടെ യാത്രാ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. 4 വയസ്സുള്ള കുട്ടിക്കാണ്. കോട്ടയം മധുരമ്പുഴ സ്വദേശിയായിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ രോഗത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ജില്ലയിൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത് ഏറെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്. അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ ഒക്കെ തന്നെ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സിന്ധൂരി, ഇനിയിപ്പോൾ അതിന് അടുത്തൊരു നടപടിക്രമം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ റൂട്ട് മാപ്പും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയായിരിക്കുമല്ലോ, അല്ലേ? അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? ഈ കുട്ടിയുടെ യാത്രാ വിവരങ്ങള് എവിടൊക്കെ യാത്ര ചെയ്തിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളും ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ രാവിലെ അവരുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരം. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കുട്ടിക്ക് ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.